കമ്മിറ്റി റിപ്പോർട്ട് കോടതിയിൽ ഏറ്റവും നിർണായകമായ ഒരു വ്യവഹാരം നടന്ന ദിവസമാണ് എന്ന് പറഞ്ഞാൽ അത് SITക്ക് കേസെടുക്കാൻ നിർബന്ധിതമാവുന്ന തരത്തിലേക്ക് കോടതി അതിന് മേൽനോട്ടം ഉണ്ടെന്ന് എന്ന് പറയുന്നു. ഇക്കാലം അത്രയും പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്ന ഒളിച്ചുകളി, പ്രതിപക്ഷം ആരോപിക്കുന്നതല്ല, ആ വിഷയത്തിലുള്ള കൃത്യമായ ഒളിച്ചുകളി ഇനി നടക്കില്ല എന്നുള്ളതാണ് ഇന്ന് കോടതിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി 4 വർഷം എന്ന് പറഞ്ഞാൽ 5 വർഷത്തോളം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാലയളവല്ല, അതും ഇത്രത്തോളം പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇത്രനാളം പൂഴ്ത്തിവെച്ചതിന്, ഒരു നടപടിയും എടുക്കാത്തതിന് സർക്കാർ അർഹിക്കുന്ന പരാമർശങ്ങൾ തന്നെയല്ലേ കോടതിയിൽ നിന്ന് കിട്ടിയത്? കോടതി പറഞ്ഞത് തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്ത് നിന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്വപരമായ ഒരു അഭിപ്രായമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. പക്ഷേ എനിക്കിപ്പോഴും സംശയം, സർക്കാർ ഇതിനു മുൻപ് യാതൊരു രീതിയിലുള്ള നടപടിക്കും മുതിരാത്തത് സിനിമയ്ക്കുള്ളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സ്ത്രീകൾക്ക് ആവശ്യമായ എന്തൊക്കെ സൗകര്യങ്ങൾ, പരിഗണനകൾ, അത് ചോദിക്കാനും അത് കണ്ടുപിടിക്കാനുമാണ് കമ്മിറ്റിയെ രൂപീകരിച്ചത്. അല്ലാതെ സിനിമയ്ക്കുള്ളിൽ ലൈംഗികപരമായ ചൂഷണം എന്നൊരു വിഷയത്തിന് വേണ്ടി മാത്രമല്ല. ലൈംഗികപരമായ ചൂഷണം, സാമ്പത്തികപരമായിട്ടുള്ള പല വിവേചനങ്ങൾ, സ്ത്രീകൾക്കുള്ള അടിസ്ഥാന സൗകര്യമില്ലായ്മ, അവരുടെ യാത്രാ സുരക്ഷിതമില്ലായ്മ, അവരുടെ താമസത്തിന് കൊടുക്കുന്ന വിവേചനം, ഇത്തരം എല്ലാ പൊതുവായ കാര്യങ്ങളെയും പഠിക്കാനാണ് കമ്മീഷൻ വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ആ നിലയ്ക്കുള്ളൊരു പഠനമാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഉദ്ദേശിച്ചത്. അതിപ്പോൾ കോടതി അത് തീർച്ചയായിട്ടും അത് സർക്കാർ ഗൗരവമായി കാണേണ്ടിയിരുന്നു. ഇതിൽ ഇത്രയും ഗൗരവമായ വിഷയങ്ങൾ ഉണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ആ തലത്തിലേക്ക് തന്നെ അന്വേഷണം വളരെ ശക്തമാക്കിക്കൊണ്ട് തന്നെ പോകണം എന്ന് മാത്രമല്ല, ഇതിൽ ഈ പറയുന്ന ഇപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വാർത്തകളിൽ കാണുന്നത് പിന്നെ നടിക്ക് സംഭവിച്ചത് പോലുള്ള സമാനമായ പിന്നെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഹേമ കമ്മിറ്റി മുമ്പാകെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുരുതരമായ കുറ്റമാണ്, ഗുരുതരമായ ഒരു ക്രൈമാണ്. ആ ക്രൈം അന്വേഷിക്കേണ്ടതാണ്. അത് പറഞ്ഞ ആൾ പോലും, അതാരാണോ അത്തരത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആൾ പോലും അത് വളരെ ഗൗരവമായി കാണുകയും ഒപ്പം ഹേമ കമ്മിറ്റി തന്നെ ഇപ്പോൾ കോടതി പറയുന്ന ഗുരുതരമായ ക്രൈം ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹേമ കമ്മിറ്റി ഗുരുതരമായ കുറ്റങ്ങൾ ഉണ്ട് എന്ന് കോടതി, നമുക്കിപ്പോൾ ആ പുറത്തു വന്ന റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് അറിയാമല്ലോ അത്ര ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനാണെങ്കിൽ കൂടിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൽ വളരെ വ്യക്തമായി തന്നെ എഴുതി വെച്ചിരിക്കുന്നു. സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ് സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഹറാസ്മെൻറ്റ് തന്നെയാണെന്ന് കൃത്യമായി ഹേമ തന്നെ എഴുതി വെച്ചതാണ്. ഭാഗ്യലക്ഷ്മി ഇപ്പോൾ പറഞ്ഞ ഈ വാദങ്ങളൊക്കെ സർക്കാർ കോടതിയിൽ പറഞ്ഞതാണ്. ഇതൊക്കെ കേട്ടതിന് ശേഷമാണ് ഇനാക്ഷനെ കുറിച്ച് അമ്പരപ്പിക്കുന്ന നിഷ്ക്രിയത്വമാണെന്ന് കോടതി പറഞ്ഞത്. പരമാവധി പൂഴ്ത്തിവെക്കുകയായിരുന്നു ശ്രീമതി ഭാഗ്യലക്ഷ്മി. സർക്കാരിനെ സംബന്ധിച്ച് ജസ്റ്റിസ് ഹേമ കൊടുത്ത ഒരു നിർദ്ദേശപ്രകാരമാണ് സർക്കാർ അത് പുറത്തുവിടാതെ വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ 3 പേരും, കമ്മിറ്റിയിലുണ്ടായിരുന്ന 3 പേരും 3 രീതിയിൽ തന്നെയാണ് അവർ റിപ്പോർട്ട് കൊടുത്തത്. അതിൽ ജസ്റ്റിസ് ഹേമ അല്ലാതെ ഒരു പിന്നെ സർക്കാരിനൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇത് യാതൊരു കാരണവശാലും പുറത്ത് വിടരുത്, ഇതിലെ പേര് വിവരങ്ങൾ പുറത്ത് വിടാൻ പാടില്ല, ഇവിടെ സിനിമാ രംഗത്ത് വരേണ്ട മാറ്റങ്ങളാണ് അവർ ശുപാർശ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ അയച്ചപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും പറഞ്ഞത് ഇത് പുറത്ത് വിടരുത് എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം സർക്കാർ അത് പാലിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ വാദങ്ങളൊക്കെ സർക്കാർ കോടതിയിൽ പറഞ്ഞതാണ്. പക്ഷേ കോടതി അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പുറത്തെ സ്വകാര്യതയുടെ പേരിൽ സർക്കാർ എടുത്ത അങ്ങേയറ്റത്തെ അട്ടർ ഇനാക്ഷനെ കോടതി അതിരൂക്ഷമാവണ്ണം വിമർശിക്കുകയാണ്. അടുത്ത കാലത്ത് കോടതി വിധിയിൽ അത്തരത്തിൽ സർക്കാരിന് നേർക്കുന്ന വിമർശനം ഒരു കോടതി വിധി അടുത്ത കാലത്ത് നമുക്ക് ഓർമ്മയിലുമില്ല.